ഹായ് ഡിയേഴ്സ്, കാത്തൂസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പാവയ്ക്ക കൊണ്ടുള്ള ഒരു തോരനുമായിട്ടാണ്. അപ്പോൾ പാവയ്ക്കയുടെ കയ്പ്പ് രുചി കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതിലൊരു ചേരുവ കൂടെ ചേർക്കുന്നുണ്ട്. ആ ചേരുവ ഏതാണ് മുഖ്യമായിട്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. എന്നിട്ട് അഭിപ്രായം അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനാബിൾ ചെയ്യുകയാണെങ്കിൽ എൻ്റെ അടുത്ത വീഡിയോ കൂടി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഇവിടെ എന്തൊക്കെ ചേരുവകളാണ് ചേർത്തിരിക്കുന്നത്, എന്തൊക്കെയാണ് എടുത്തിരിക്കുന്നത് എന്ന് നോക്കാം. ഇതാ പാവയ്ക്കയുണ്ട്, ക്യാരറ്റ്, സവാള, പച്ചമുളക്, കറിവേപ്പില, ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ അളവ് അവിടെ എഴുതി ചേർത്തിട്ടുണ്ട്. ഇനി അതിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, അതൊരു പിഞ്ചാണ് ചേർത്തത്. പിന്നെ ഉപ്പ് ആവശ്യത്തിനുള്ളത് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു കടായി ഞാൻ സ്റ്റൗവിൽ കഴിഞ്ഞു. അത് ചൂടാവുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞു. ഇനി അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുന്നു. അപ്പോൾ കടുക് പൊട്ടി കഴിഞ്ഞ ഉടനെ നമ്മൾ പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ചേർത്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ കടുക് കരിഞ്ഞു പോകും. അപ്പോൾ എല്ലാം സ്പീഡിൽ ചെയ്യണം. പിന്നെ തീ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ ചൂട് കുറച്ച് വെക്കണം. അതായത് തീ വളരെ ലോയിലേക്ക് മാറ്റി കൊടുക്കണം. ബാക്കിയുള്ള ചേരുവ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ക്യാരറ്റ്, തേങ്ങ, പാവയ്ക്ക ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി സെറ്റാക്കി വെക്കണം. ഉപ്പ്, മഞ്ഞൾ എല്ലാം കൂടെ എല്ലാ ഭാഗത്തേക്കും എത്തി നിൽക്കണം. ഇതില്ലെങ്കിൽ ഇങ്ങനെ ഇടുന്നതിന് പകരം നമ്മൾ ആദ്യം തന്നെ പ്ലേറ്റിലിട്ട് എല്ലാം കൂടെ കുഴച്ച് മിക്സാക്കി ശേഷം വറവിലേക്ക് ചേർത്താലും മതി. അപ്പം ഞാൻ ചേരുവ എല്ലാം കാണിച്ചു തരാനുള്ളത് കൊണ്ടാണ് അങ്ങനെ മിക്സ് ചെയ്യാതിരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാം കൂടെ കുഴച്ച ശേഷം ഇതിലേക്ക് വറവിലേക്ക് ചേർത്ത് കൊടുക്കുന്നതാണ് എളുപ്പം. ഇനി ഒരു മൂടി എടുത്ത് വയ്ക്കുന്നു. ഇനി ആ മൂടിയിന്മേൽ നിറയുന്ന നീരാവി മതി, വെള്ളം ചേർക്കേണ്ടതില്ല. അവിടെ നീരാവി കാണുന്നില്ലേ? ആ നീരാവി ഒഴുകി പാവയ്ക്കയിലേക്ക് വന്നോളൂ. അപ്പോൾ പാവയ്ക്ക ആ ഒരു ഈർപ്പം കൊണ്ട് വെന്ത് വരും. ഒന്നുകൂടി ഇളക്കിയിട്ട് കൊടുക്കണം. ചെറിയ തീയാണ്, ശ്രദ്ധിക്കണം. അപ്പോൾ ചെറിയ തീയിലാണ് ഇത് വെന്ത് വരുന്നത്. അപ്പോൾ കരിഞ്ഞു പോകാനൊന്നും സാധ്യതയില്ല. വീണ്ടും മൂടി എടുത്തു വെച്ചു. കുറച്ചുകൂടി വെന്ത് വരാനുണ്ട്.
ഫുൾ ഓയിലാണുള്ളത്. അപ്പോൾ കൂടുതലൊന്നുമില്ല, വളരെ കുറച്ച്, മുഴുവനായും കുറച്ച് വെച്ചാണുള്ളത്. ഇനി മൂടി മാറ്റിയിട്ട് ഇളക്കി വെക്കണം. ഇപ്പോൾ കുറച്ച് സമയം മൂടി വെക്കാതെ വെക്കണം. കാരണം അതിനകത്തുള്ള ആ ഈർപ്പം മുഴുവനും പോകാൻ വേണ്ടി നമ്മൾ മൂടി ഇല്ലാതെ കുറച്ച് സമയം ഇളക്കണം. അത് ഒരുപാട് സമയം വേണ്ട, 1 മിനിറ്റ് അല്ലെങ്കിൽ കുറച്ച് സെക്കൻഡുകൾ ഒന്ന് ഇളക്കി അത് അവിടെ പിന്നെ ഈർപ്പം ഒന്ന് ആറാൻ വേണ്ടി വെച്ചാൽ മതി. ഈർപ്പമൊക്കെ അതിൽ പോയി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് അത് വെന്തിട്ടുണ്ട്. ഇനി അത് എടുത്ത് വയ്ക്കാനും ചോറിനോടൊപ്പം കഴിക്കാനും പാകമായി കഴിഞ്ഞു. മുഴുവനായും ലോയിലായിരുന്നു ഉള്ളത്. ഇപ്പോൾ സ്റ്റവ് ഓഫാക്കി കഴിഞ്ഞു. അതായത് നമ്മുടെ തോരൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. കുറച്ച് സമയം മതി. ഈ വീഡിയോ തന്നെ 7 മിനിറ്റേ ഉള്ളൂ. കൂടുതലൊന്നും കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ടില്ല. മൊത്തത്തിലാണ് അത് കാണുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.